വിഷുവായിട്ടൊരു പാട്ട് പാടിത്തരട്ടെ? ഓക്കെ, ശരി. ആ, എന്നുവെച്ചാ ഇപ്പം കൊറേ നാളായോ അമ്പലപ്പുഴയില് എപ്പഴും വർഷാവർഷം വരുന്നതാണോ? അതോ വിഷു അല്ല, ആയിട്ട് മാത്രം ഇപ്പം വേണ്ടി എപ്പോഴും വന്നതാണോ? ഞങ്ങൾ വരുന്നതായിരുന്നു. ആ. എൻ്റെ ഹസ്ബൻഡ് വീട് ഇവിടെ നീർക്കുന്നം ആണ്. ആണ്. അപ്പോൾ ആ. അങ്ങനെ വരുമായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇപ്പം ഞാനിവിടെ 7 ദിവസത്തെ ഭജനത്തിന് വന്നത്. ആഹാഹാഹാഹാ. അതിനിപ്പോൾ 5 ദിവസമായി. 5 ദിവസമായി. ആ. അപ്പം ഇവിടെ കളവെഴുതി പാട്ട് നടക്കുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഇപ്പഴോ? ഈ ഇപ്പം സമയത്തോ? ഇപ്പം നടക്കും. ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഏതാ ആഹാഹാഹാഹാ. ഈ ശിവേലി കഴിഞ്ഞിട്ട് ഇവിടെ കളവെഴുതി അപ്പൊ പാട്ട്. നാളെ ഇവിടെ തന്നെയാണ് രാവിലെ എണീറ്റ് കണ്ണനെ കാണാനുള്ളതൊക്കെ അതെ ഇവിടെ. അതെ, സന്തോഷം. എല്ലാവരും കണ്ണനെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ഞാൻ കണ്ണൻ്റെ അടുക്കലോട്ട് അടുത്ത് വന്നിട്ട് വന്ന് നമ്മുടെ ശരിക്കുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് ഒരു പാട്ട്, ഞാൻ അമ്മയ്ക്കൊരു പാട്ട് പാടിത്തരും. ആ പാട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മ എനിക്ക് 1 രൂപ തരണം. എന്നിട്ട് ആ 1 രൂപ വെച്ചിട്ട്, ആ 1 രൂപ വെച്ചിട്ടില്ല, ആ 1 രൂപ വെച്ച് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ആ വീഡിയോയുടെ റവന്യൂവും നമ്മുടെ ആ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ 1 രൂപയും കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുതിയൊരു പാട്ടിറക്കും. മനസ്സിലായി? പുതിയൊരു പാട്ടിറക്കാൻ നല്ല പൈസയാവുമല്ലോ അത്യാവശ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് പുതിയൊരു പാട്ടായിട്ട് ഇറക്കും. അതാണ് നമ്മുടെ ശരിക്കുള്ള ഇത്. ഓക്കെ. മനസ്സിലായോ? അപ്പം ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു പാട്ടേതാ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഏത് പാട്ടാ മനസ്സിൽ വരുന്നത്? എന്താ പറയുക, അമ്പലം ഇതൊക്കെ ഒരു അത് പരിസരമൊക്കെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം ചെയ്യും. ഓക്കെ, ആ പാട്ട് ഞാൻ പാടിത്തരാം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണേ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനോടി വന്നതാണു നീ, അഗ്നിസാക്ഷിയാലില താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും, മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും, നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും, നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും, യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ശരി, നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, എന്നാലും നല്ലതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അല്ല, ഇതിങ്ങനെ ഒന്ന് പക്ഷേ സെറ്റായി വരുന്നേ ഉള്ളൂല്ലോ. പിന്നെ ഈ ഇങ്ങനൊരു പൊതു സദസ്സിലേക്കൊക്കെ പാടുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകത്തില്ലേ, അതാണ്. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇതാണ് പാട്ട്. താങ്ക് യു. അപ്പം ഹാപ്പി വിഷു. പിന്നെ 1 രൂപ തരണ്ടേ? 1 രൂപ 1 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? തപ്പ് കിട്ടും, ചില്ലറല്ലേ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ പാട്ട് പഠിക്കുന്നു. ഇപ്പം പാട്ട് പഠിക്കുന്നുണ്ടോ? കണ്ട, അതാണ്. 1 രൂപയില്ല, 10 രൂപ തരാം. ഓക്കെ, നോക്ക് ചില്ലറ ഉണ്ടാകും. ഇല്ല, നമുക്ക് 1 രൂപ കിട്ടിയിട്ടില്ല, 10 രൂപയാണ് കിട്ടുന്നത്.
ചില്ലറയില്ല. നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടോ? ആ ഇപ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പോൾ റിട്ടയർ ഒക്കെ ചെയ്തിട്ട് സംഗീതം പഠിക്കുന്നു. ആ ഹാ 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 ഹാ. അപ്പോൾ എത്ര നാളെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. 2 വർഷമോ? അപ്പം മറ്റേ കർണാട്ടിക് സംഗീതം അങ്ങനെ അങ്ങനെ? അതാണ് പഠിക്കുന്നത്, കർണാട്ടിക് സംഗീതം. അതൊക്കെ പണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആ സമയമില്ല. ഹാ ഹാ. സരളി വരിശയൊക്കെ തീർന്ന് ജണ്ട വരിശ അങ്ങനെ 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 അങ്ങനെ. ആ